ഈ പോലീസ് യൂണിഫോം ഇടുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളൊന്ന് വിരിയാറുണ്ട്. എന്തോ ഒരു അൺനോൺ പവർ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ടോ? അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും വേറെ സുഹൃത്തും കൂടെ പോകുന്നു. പോലീസ് വന്ന് കൈ കാണിച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഓടി. അവസാനം മറ്റേ ബൈക്കുകാരനെ പിടിച്ചു. അപ്പോൾ കുഞ്ചാക്കോയുടെ കരിയറിലെ 4ാമത്തെ പോലീസ് വേഷമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് സ്കൂൾ ബസ്സിൽ ആദ്യത്തെ ഒരു റോള് കണ്ടു. പിന്നീട് ഇങ്ങോട്ട് വരിക അള്ളി രാമേന്ദ്രനിലെ മറ്റൊരു പോലീസ് സ്റ്റേഷൻ കണ്ടു. അത് പക്ഷേ ഡ്രൈവറുടേതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരിക ഒരു നായാട്ടിൽ ഒരു CPO ആയിട്ട് വന്നു. ഇതിപ്പോൾ 4ാമത്തെ വേഷമാണ്. അപ്പോൾ പുതിയൊരു പോലീസ് വേഷം എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു അനുഭവം? 4 പോലീസ് വേഷങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള പോലീസ് വേഷങ്ങൾ തന്നെയാണ്. എൻ്റെ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിലും കഥാപാത്രത്തിൻ്റെ രീതികളിൽ നോക്കുകയാണെങ്കിലും എല്ലാം. ഈ സിനിമയിൽ വരുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ നായാട്ടിൻ്റെ ടീമിൻ്റെ തന്നെ ഒരു കൂട്ടായ്മയാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പ്ലസ് വേറൊരു പോലീസ് പടം കൂടി ചെയ്ത ഒരു ടെക്നീഷ്യനും കൂടി ഇതിലുണ്ട്, അല്ലെങ്കിൽ ഒരു സംവിധായകനും കൂടി ഇതിലുണ്ട്, റോബി രാജ്. റോബിയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ഷാഹിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുണ്ട്. പുതുമുഖ സംവിധായകനായ ജിത്തു മാർട്ടിൻ്റെയൊക്കെ കൂടെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. നായാട്ടിലും ഇരട്ടയിലും എലിയുടെ പൂഞ്ചേരിയിലുമൊക്കെ അഭിനയിക്കുകയും കൂടി ചെയ്തിട്ടുള്ള കക്ഷിയും കൂടിയാണ്. നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ പോലീസ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ടീമിൻ്റെ കൂട്ടായ്മയുടെ ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ അവർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മുമ്പ് കണ്ടിട്ടുള്ള പോലീസ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സിനിമ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീം തന്നെ ആയിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഞാനും ഈ സിനിമയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യസ്തത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ചാക്കോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പെട്ടെന്നൊരു പുതിയൊരു കഥ പറയാനായിട്ട് ഒരാൾ വരും, ഒരു പുതിയ കഥയുമായിട്ട് ഒരാൾ വരും. അപ്പോൾ ജിത്തു അഷ്റഫ് എന്ന് പറഞ്ഞ പുതിയൊരു സിനിമ. അപ്പം ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ്, എന്നാണ് ഇത് ഫൈനലൈസ് ചെയ്തത്? അതിൻ്റെ ഓർമ്മ? അത് ഷാഹിയാണ് കഥ എന്നോട് പറയുന്നത്. അപ്പോൾ ഷാഹി എന്നോട് ആദ്യം പറയുന്നത് നായാട്ടിനേക്കാളും കുറച്ചും കൂടെ പേസിംഗ് ഉള്ള, കുറച്ചും കൂടെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡെപ്തുള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞതിൻ്റെ പുറത്താണ് ഷാഹി ഇങ്ങനെ വന്നിട്ടൊരു കഥ പറയും. അതിന് ആദ്യത്തെ ഒരു സീൻ പറഞ്ഞു തന്നു. അതിൽ തന്നെ നമ്മൾ ഓണായി. കാരണം അത് എന്നെ വെച്ച് അങ്ങനത്തെ ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനോ കൺസീവ് ചെയ്യാൻ തോന്നിയത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്യിച്ചു. അപ്പം തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് ഇന്നായി. പിന്നെ അത് ആ രീതിയിൽ ആ കഥാപാത്രവും കഥയും എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചർച്ചകളുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഇതുവരെ ഷാഹി ചെയ്തിട്ടുള്ളതിൽ കുറച്ചും കൂടെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള പേസ് കൂടിയ ഒരു സിനിമയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പോൾ ഈ ജിത്തു അഷ്റഫ് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ്റെ ആദ്യത്തെ ചലച്ചിത്രമാണിത്. അപ്പം അദ്ദേഹത്തെ പറ്റി ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടുള്ളത്, ആസ് എ സംവിധായകൻ നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ പോലും ഇതിൻ്റെ സാങ്കേതികതകൾക്കപ്പുറം ഒരാളെ കൊണ്ട് എങ്ങനെ അഭിനയിപ്പിക്കണം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പുള്ളിയുമായിട്ടുള്ളൊരു ഡയറക്ടർ ആക്ടർ. ജിത്തു ആലപ്പുഴക്കാരനാണ്, ഷാഹി ആലപ്പുഴക്കാരനാണ്, ഞാനും ആലപ്പുഴക്കാരനാണ്. മാർട്ടിൻ പ്രക്കാട് ആലപ്പുഴ അടുത്ത് ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇപ്പം നായാട്ടെന്നുള്ള സിനിമയ്ക്ക് മുമ്പ് തന്നെ ജിത്തുവുമായിട്ട് വളരെ നാളുകൾ മുമ്പുള്ള പരിചയമുണ്ട്. ജിത്തു ഓർഡിനറി എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിട്ടുള്ള ആളാണ് ജിത്തു. അപ്പം ആ ജിത്തു തന്നെയാണ് ഈ ജിത്തു എന്നുള്ളത് പിന്നീടാണ്, വർഷങ്ങൾക്ക് ശേഷം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ജിത്തു ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഒരു ആക്ടറിൽ നിന്നും എന്ത് വേണമെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ആളാണ്. അതിപ്പം കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂകളിൽ ഞാനും ജഗദീഷ് ചേട്ടനും ഒക്കെ കൂടിയിരിക്കുമ്പം ഞങ്ങൾ സംസാരിക്കുമ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ആരാണെങ്കിലും, ഇപ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറാണെങ്കിലും പുതിയ ഒരാളാണെങ്കിൽ പോലും പുള്ളിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എത്ര തവണ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ടും മടിയില്ലാത്ത, എന്നാൽ അവരെ മുഷിപ്പിക്കാതെ അവരെ മാറ്റി നിർത്തി. ഇപ്പോൾ ജഗദീഷ് ചേട്ടനെ പോലുള്ളൊരു സീനിയർ ആക്ടറിൻ്റെ അടുത്ത് വേണമെങ്കിൽ മൈക്ക് കൂടെ പറയുന്നതിന് പകരം അവരെ മാറ്റി നിർത്തി, ചേട്ടാ ഇതിങ്ങനെയാണ് നമുക്ക് വേണമെന്ന് പറയുക. അതേപോലെ തന്നെ ഏറ്റവും പുതിയ ആളോട് പോലും അയാളോട് ചിലപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല, മാറ്റിയെടുത്ത് പറയേണ്ട കാര്യമില്ല. മൈക്കിൽ കൂടെ തന്നെ പറഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്, എനിക്ക് വേണ്ട ഇതാണ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ ചെറിയ ആളോട് പോലും, അല്ലെങ്കിൽ പുതിയ ആളോട് പോലും മാറ്റി നിർത്തി നമുക്ക് വേണ്ടത് ഇതാണ്, ഇങ്ങനെയാണ്, ഇതാണ് വേണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ജിത്തുവിനുണ്ട്. അത് നമ്മളൊരു കംഫർട്ട് സോണിലാക്കും. കാരണം ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടതെങ്കിൽ പോലും അതൊരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനുള്ളൊരു മിടുക്ക് ജിത്തുവിനുണ്ട്. അതെനിക്കൊന്ന് ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് കിട്ടിയിട്ടുള്ള ഒരു കഴിവായിരിക്കാം. ഞാൻ മെഡിക്കൽ അടിച്ചോളാം.
ധൈര്യം മെഡിക്കൽ എന്റെ പണിയാക്കളെ ജിത്തു നമ്മൾ കണ്ടിട്ടുള്ള റോളുകളൊക്കെയും പുള്ളി ഭയങ്കര വയലന്റ് ആയിട്ട് മനുഷ്യരുടെ ദേഷ്യം പിടിക്കുന്ന തെറി പറയുന്ന, പക്ഷെ അങ്ങനെയാണോ പുള്ളി നേരിട്ട് എങ്ങനെയാ? പുള്ളി സിനിമ പുള്ളിക്കൊരു ഭ്രാന്താണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ആസ് എ പേഴ്സൺ, ആസ് എ ഒരു എന്താ പറയുക, വളരെ ക്ലീൻ ആയിട്ടുള്ള ഫാമിലിയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ വില കൽപ്പിക്കുന്ന ഫൺ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി സിനിമയിലേക്ക് വരുമ്പോൾ അത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്. അത് പുള്ളിക്ക് വേറൊരു ഭ്രാന്തമായ ഒരു ആവേശമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ജിത്തുവിനേക്കാൾ കുഞ്ചാക്കോ ഈ സിനിമയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവുക ഷാഹി എന്ന് പറഞ്ഞ ഫാക്ടറായിരിക്കും. ഇപ്പോൾ ഒരു പോലീസുകാരന്, ഏതൊരു പോലീസുകാരനും ഒരു കഥ നമുക്ക് പറയാം, സ്വന്തം കഥ. ഇതങ്ങനെയല്ല, ഇതൊരു പോലീസ് എഴുത്തുകാരനാണ്. അപ്പോൾ അധികം ഒരു സിനിമയല്ല, 2 സിനിമയല്ല, 3 സിനിമയല്ല, അതിൽ കവിഞ്ഞെത്തിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തുമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു ഷാഹി എക്സ്പീരിയൻസ്. ജോസഫിന് ശേഷമാണ് ഷാഹിയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്, നായേട്ടന് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഷാഹിയുടെ കയ്യിലുള്ള എല്ലാ കഥകളും ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. ഇതെല്ലാം ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ അടുപ്പിച്ച സിനിമകൾ, പോലീസ് സിനിമകൾ മാത്രം ചെയ്യുക എന്നുള്ളൊരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഓരോ സിനിമകളുടെ കഥകൾ പറയുമ്പോഴും അത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇത്രയും കഥകൾ ഒരു പോലീസുകാരിൽ നിന്നും കിട്ടുമോ എന്നുള്ള പോലെ നമ്മൾ ഡൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഷാഹിക്ക് അത്രയ്ക്കൊരു ഒരു പോലീസ് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ വർഷങ്ങളോളം പോലീസ് സർവീസിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള കഥകൾ ഒരു എന്താ പറയുക, ഒരു വളരെ തഴക്കവും പഴക്കവും ചെന്ന, ഒരു വേണമെങ്കിൽ റിട്ടയർമെൻറ്റ് പ്രായമായി അത്രയും നാൾ സർവീസിലിരുന്ന ഒരാളുടെ എക്സ്പീരിയൻസിലുള്ള കഥകളും അനുഭവങ്ങളുമാണ് ഷാഹിയുടെ കഥകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞു റോബി രാജ് മറ്റൊരു പോലീസ് സിനിമ ചെയ്ത ആളാണ്. ഇനി പറയുകയാണെങ്കിൽ മാർട്ടിൻ റക്കാട്ട് പോലും അപ്പോൾ നായാട്ട് ചെയ്ത ആളാണ്. സോ മെനി ഡയറക്ടേഴ്സ് ഇൻ ദ സെയിം സെറ്റ് ആക്ച്വലി. ശ്രീകാന്ത് ഏട്ടൻ അല്ലെ, ഒരുപാട് പേര് ഡയറക്ഷണൽ എക്സ്പീരിയൻസ് ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയധികം ഡയറക്ടേഴ്സ് ഒന്നിച്ച് വരുമ്പോൾ അത് ക്രിയേറ്റീവ് ആയിട്ടാണോ വരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാഷസ് ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ക്രിയേറ്റീവ് സൈഡിൽ അവരുടെ ഒരു ഐഡിയോളജിക്കൽ ക്ലാഷുകളെക്കാൾ ഉപരി ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അത് ഹോപ്പ്ഫുള്ളി ആ സിനിമയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീനിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷോട്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരാളുടെ ഒരു എക്സ്പ്രഷൻ്റെ കാര്യത്തിലോ ചിലപ്പം അങ്ങനത്തെ ഐഡിയോളജിക്കലായിട്ടുള്ള ഡിസ്കഷൻസ് സംഭവിക്കാറുണ്ട്. അത് ക്ലാഷ് എന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനായിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കണക്കിലെടുക്കാറുള്ളൂ. അപ്പോൾ അത് ആരാണ് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് ഇതാണ് നല്ലത് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും, ആരുടെ അഭിപ്രായമാണെങ്കിലും അത് കണക്കിലെടുക്കാറുണ്ട്. അത് നമ്മൾ വെക്കാറുണ്ട്. വേണമെങ്കിൽ 1-2 ഓപ്ഷൻസ് നമ്മളെടുത്ത് വെക്കാറുണ്ട്. കാരണം ഇത് അൾട്ടിമേറ്റ്ലി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇത്രയും ആൾക്കാർ, ഇപ്പോൾ ഇത്രയും പ്രത്യേകിച്ച് പോലീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഇത്രയും ക്രിയേറ്റേഴ്സ് ഒരുമിച്ച് കൂടുമ്പോൾ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസ് ചിലപ്പോൾ ആ രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അത് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കടമ്പ തന്നെയാണ്. പിന്നെ അത് ഒരിക്കലും ഓവർബോർഡ് പോവാതെ അല്ലെങ്കിൽ എന്താ പറയുക, എക്സാജറേഷൻസ് ഇല്ലാതെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട്, ഏറ്റവും കൺവിൻസിങ് ആയിട്ട്, ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുകളിലൊരു ക്രൈറ്റീരിയയും അത് ഒരു ചലഞ്ചും. അത് എനിക്ക് തോന്നുന്നൊരു ക്രിയേറ്റീവ് സൈഡിലുള്ള ക്രിയേറ്റീവ് ഡിസ്കഷൻസിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് പല ജോണറിലുള്ള പോലീസ് സിനിമകളുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? എന്ത് ടൈപ്പ് സിനിമയാണിത്? ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിതൊരു ഒഫീഷ്യൽ ഒരു ഓഫീസറിൻ്റെ കഥ മാത്രമാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിലെ സാധനം മാത്രമാണെന്നുള്ളത് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഹി ഹാസ് എ ഡ്യൂട്ടി ടുവേർഡ്സ് സൊസൈറ്റി ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ഹിസ് ഫാമിലി ഓൾസോ. ഇത് രണ്ടും ഇതിലുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇയാളുടെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് അത് എങ്ങനെ ഇയാളുടെ പേഴ്സണൽ ലൈഫിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും ഒന്നാണോ, ഇത് രണ്ടും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ഇയാളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ടർബുലൻ്റ് ആവുന്നത് എന്നുള്ളതും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു സൂപ്പർ കോപ്പൊന്നുമല്ല ഇദ്ദേഹം. നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഓഫ് ഹാൻഡഡ് ആയിട്ട് തോന്നുന്ന, വളരെ സ്റ്റബേണായിട്ട് തോന്നുന്ന പോലീസുകാരും തന്നെ വളരെ ഫ്രജൈലായി പോകുന്ന ഇമോഷണൽ മൊമെൻറ്റ്സും കൂടിയുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഏതൊരു പോലീസുകാരനും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരുപാട് ഇൻസിഡൻസും ഇമോഷൻസും ഈ സിനിമയിലുണ്ട്. ഇയാളുടെ ഒരു ട്രാവലുണ്ട്, ഒരു ഇമോഷണൽ ട്രാവലുണ്ട്. ഈ കുറ്റാന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇയാളുടെ ഒരു ഇമോഷണൽ ജേണിയും കൂടിയുണ്ട്. അത് വളരെ രസകരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു ഹുക്ക് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളിലും ഇപ്പം കുട്ടമ്പുള്ള പോലീസ് അങ്ങനത്തെ ഒരു പോലീസിൻ്റെ സ്റ്റീരിയോടൈപ്പുകളാണ്. അപ്പം പക്ഷേ ഈ പുതിയ സിനിമകളിൽ പോലീസുകാർ എന്നതിലുപരി ആ സിനിമയുടെ സെറ്റിൽ നിൽക്കുന്ന ചെറിയ ആക്ടേഴ്സ് പോലും, അപ്പം ഒരു സീനിൽ ഒരു ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ,
പക്ഷെ അവരുടെ ഒറിജിനാലിറ്റി കണ്ടാൽ നമുക്ക് തോന്നും ഇവർ ശരിക്കും പോലീസാണോ എന്ന് സംശയം തോന്നും. പല സിനിമകളിലും നമ്മൾ ഉദാഹരണം മുമ്പ് കണ്ടിട്ടുണ്ട് പല സിനിമകളിലും. അപ്പോൾ ഇതിലെ ഒരു സബോർഡിനേറ്റ് ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ്? ഇതിൽ വിശാഖ് എന്ന് പറയുന്നൊരു ഒരു ഓൾമോസ്റ്റ് ഒരു ന്യൂ കമർ, നമ്മൾ കുറേ ആഡ്സിലൊക്കെ കണ്ടിട്ടുള്ള വിഷയമുണ്ട്. പുള്ളി ഒരു ഓഫീസറിന് റോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എസ് പിയുടെ ക്യാരക്ടർ ചെയ്യുന്നൊരു പുതിയ ആളാണ്, വളരെ ന്യൂ ഫേസ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീകാന്ത് മുരളിച്ചേട്ടൻ ഇതിൽ ഒരു പോലീസിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂ കമർ ആയിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ആർട്ടിസ്റ്റാണ് ചെയ്യുന്നതെങ്കിലും അവരിൽ നിന്നെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്തുവിൻ്റെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നടന്നിട്ടുണ്ട്. അത് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് ഉടനീളം ഏതൊരു പോലീസുകാരനെ കണ്ടാലും അല്ലെങ്കിൽ പോലീസുകാരനല്ലാത്ത ആൾ പോലീസ് വേഷം ചെയ്യുന്നത് കണ്ടാലും അയാൾ പോലീസുകാരനാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ നന്നായി, ബാക്കി ഒരു ആംബിയൻസ് നന്നായിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നാറുണ്ട്. അത് ഈ പടത്തിൽ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്ത് ഓൾമോസ്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സിനിമകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളവരെ, ഇപ്പം നമ്മൾ മുമ്പ് കണ്ടപ്പോൾ ആക്ഷൻ ഹീറോ ബിജു പോലത്തെ സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. എബ്രിഡ് ഷെയ്ൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൻ്റെ ഡെസ്കിൽ പോയിരുന്നിട്ട് ഒരു മാസത്തോളം ഏതാണ്ട് അവിടുത്തെ ശബ്ദങ്ങളും അനക്കങ്ങളും പോലീസുകാരുടെ മാനറിസമും അവിടെ വരുന്ന പ്രതികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് സിനിമ ക്രാഫ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഒബ്വിയസ്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസർച്ച് എഫേർട്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ഇത് പേഴ്സണലി ഹരിശങ്കർ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അയാളുടെ ഒരു ജേർണിയുടെ ഒരു മെയിൻ സ്ട്രീം ആയതുകൊണ്ട് ഇയാൾക്കുണ്ടാകുന്ന ഇമോഷണൽ ഒരു ട്രോമയും കൂടെ നമ്മളിത് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള റെഫറൻസുകളും കാര്യങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ഇയാളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരു ട്രാജഡിയും കാര്യങ്ങളും എങ്ങനെ ഇയാളുടെ ഒരു ഇമോഷണൽ ഡ്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമോഷണലി അയാൾ എങ്ങനെ ഓരോ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാം എന്നുള്ളത് നമ്മളൊരു ഒന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളോട് പോലും സംസാരിച്ച് ആ രീതിയിലുള്ള പഠനങ്ങളും റെഫറൻസുകളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോലീസുകാരൻ എങ്ങനെയുള്ളൊരു ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളത് ഓഫ്കോഴ്സ് നമുക്ക് ഷാഹിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ആ രീതിയിലുള്ള പഠനങ്ങളും റെഫറൻസുകളും നടത്തിയിട്ടുണ്ട്. ചാക്കോച്ചന് വളരെയധികം വർഷങ്ങളും പഴക്കവും പരിചയവും ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ് സിനിമ. കൂടെ അഭിനയിച്ചിട്ടുള്ള ആളുകൾ മാറുന്നത് അടുത്ത് നോക്കി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രധാന നടൻ ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടനെ ഏതോ കാലം മുതൽ കാണുന്നതല്ലേ. പുള്ളി പക്ഷെ കഴിഞ്ഞ കുറച്ച് പടങ്ങളായിട്ട് ഭയങ്കരമായിട്ടങ്ങ് മാറി വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകളൊക്കെ ചെയ്ത് അത് തന്നെ വളരെ കൺവിൻസിങ് ആയിട്ടൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ആ ഒരു മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഏത് സിനിമ തൊട്ടാണ്? എവിടെ തൊട്ടാണ് ഈ പുള്ളി പഴയ പുള്ളിയല്ല എന്നുള്ളൊരു? എൻ്റെ രണ്ടാമത്തെ സിനിമ, അല്ലെങ്കിൽ ഒഫീഷ്യലി മൂന്നാമത്തെ സിനിമയായ നക്ഷത്ര താരാട്ട് തൊട്ട് ജഗദീഷിന് എൻ്റെ സിനിമയിൽ ഞാൻ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച ആളാണ് എനിക്ക്. അപ്പോൾ അന്ന് എന്നൊക്കെ പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ നമുക്കറിയാം, ഹ്യൂമറും അങ്ങനത്തെ സിനിമകളും അങ്ങനത്തെ കഥാപാത്രങ്ങളുമാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച് ഓവർ ലീല എന്നുള്ള സിനിമയിൽ തൊട്ടാണ് ഏകദേശം അങ്ങനത്തെ ഒരു പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ, അത് രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും എടുക്കുന്ന ചൂസ് ചെയ്യുന്ന സിനിമകളാണെങ്കിലും ആ രീതിയിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് ലീല എന്നുള്ള സിനിമയായിട്ടാണ്. അതിനുശേഷം പുരുഷപ്രേതം, ഫാലിമി, അങ്ങനെയുള്ള സിനിമകൾ വന്നപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാറുണ്ടായിരുന്നു, ഇത് കലകിയിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്, അത് ഭയങ്കരമായിട്ട് ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ റോഷാക്കിലെ ക്യാരക്ടറും ഒക്കെ ആ രീതിയിൽ നമ്മൾ ജഗദീഷ് ചേട്ടനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വേറിട്ടൊരു അഭിനയ രീതിയും അല്ലെങ്കിൽ ഒരു പാത്ര സൃഷ്ടിയുമായിരുന്നു. അത് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. ഞാനത് നേരിട്ട് തന്നെ വിളിച്ച് പറയുകയും ഒരുപാട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ ഒരു പഴയൊരു ഇമേജിൽ നിന്ന് മാറി ഞാൻ അങ്ങനത്തെ മാറ്റമുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ആ കഥാപാത്രങ്ങൾ കണ്ട് ജഗദീഷ് ചേട്ടൻ്റെ പ്രത്യേകത, ജഗദീഷ് ചേട്ടൻ എല്ലാ സിനിമകളും മാക്സിമം ആദ്യത്തെ ദിവസം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പം അത് ആദ്യത്തെ ദിവസം തന്നെ കണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ നമ്മൾക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ തരുന്ന ഒരു വ്യക്തിയും കൂടി, ഒരു സുഹൃത്തും കൂടിയാണ് ജഗദീഷ് ചേട്ടൻ. അപ്പം ആ രീതിയിലുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് ഇപ്പം നമ്മൾ ഡെയിലി സംസാരിക്കാറില്ല, പക്ഷെ എന്നാൽ പോലും അങ്ങനത്തെ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റങ്ങൾക്ക് ശേഷം, ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. നക്ഷത്രതാരാട്ട് അല്ലെങ്കിൽ സത്യം ശിവം സുന്ദരത്തിലൊക്കെ നമ്മൾ കോമിക്കലായിട്ടുള്ള കുറേ സിറ്റുവേഷൻസും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ചെയ്തെങ്കിലും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇവോൾവ് ചെയ്ത മാറ്റം വന്ന രണ്ട് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ
ഇതുവരെ അങ്ങനെ കാണാത്ത രീതിയിലുള്ള രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ക്രീനിന് മുമ്പിൽ വരുന്നത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. റീഇൻവെന്റഡ് ചാക്കോച്ചൻ വേഴ്സസ് റീഇൻവെന്റഡ് ജഗദീഷ് ഏട്ടൻ അല്ലേ, ഒരു ഭയങ്കര കോംബോ, ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ആക്ടറിൻ്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറി അതിനോടൊപ്പം സഞ്ചരിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയനായ മറ്റൊരു നടനും കൂടെയാണ് ജഗദീഷ് ചേട്ടൻ. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇതൊരു സീൻ വരുമ്പോൾ അത് എത്രത്തോളം നന്നാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ മുമ്പത്തെക്കാളും കൂടുതൽ സംഭവിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര രസകരമായിട്ടൊരു പ്രോസസ്സാണ്. ഇപ്പം ഈ നായക നടന്മാർ, ഇപ്പം കുഞ്ചാക്കോബനടക്കമുള്ള നായക നടന്മാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നായകനായിട്ട് അഭിനയിക്കുന്നിടത്തോളം കാലം നിങ്ങൾ യുവാവായിട്ടിരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ, അപ്പിയറൻസിലെങ്കിലും അല്ലേ. പക്ഷെ നിങ്ങളുടെ ബോഡി മാറുമ്പോൾ ചിലപ്പം ശരീരം കൂടെ നിന്നോളുന്നില്ല നിങ്ങളുടെ മേക്കപ്പിൻ്റെ. അപ്പം ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അത് ജഗദീഷ് ചേട്ടനെ കണ്ട് പഠിക്കാമെന്ന് തോന്നുന്നല്ലേ ഒരു അർത്ഥത്തിൽ. പുള്ളി ഏജിനെ അംഗീകരിച്ചും കൊണ്ട് അതിനെ പറ്റുന്ന മാനറിസംസ് എടുത്ത്. പുള്ളിയെ അന്ന് ഇന്നും ഞാൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റെജീം ഫോളോ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാവിലെ നടക്കാനൊക്കെ പോകും, അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും, മിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നേരത്തെ കിടന്നുറങ്ങുക, അങ്ങനത്തെ രീതികളിലൊക്കെ കുറച്ചും കൂടെ ഒരു ഓർഡർലി ലൈഫാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വേണമെങ്കിൽ പുള്ളിക്ക് ഒരു മിനി അപ്പുക്കുട്ടൻ ലൈനിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് അതിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ചുള്ളത്. പക്ഷേ അത് ഒരു നടൻ്റെ ആയുധം ശരീരമാണ്, വൺ ഓഫ് ഹിസ് വെപ്പൺസ് ശരീരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതിപ്പം അപ്പിയറൻസ് കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതികളിലാണെങ്കിലും, ഭാവങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ശരീരവും നമ്മുടെ മുഖവും കാര്യങ്ങളും കണ്ണും എല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. മലയാള സിനിമയിൽ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് കാണുന്ന ഒരു ട്രെൻഡിനെ പറ്റിയാണ് പറയുന്നത്. അത് സിനിമകളിൽ കുട്ടിപ്പട്ടാളം വന്ന് ഇറങ്ങി, സീനിയർ ആക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അവരെ അങ്ങ് ഓവർ ഡൂ ചെയ്തുകൊണ്ട് അവരെയൊക്കെ ഹസ്തപ്രജ്ഞരാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സെറ്റ് വില്ലന്മാരായിട്ടൊക്കെ വന്ന് അങ്ങ് സിനിമയിൽ അങ്ങ് കയറുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇതിലും കുറച്ച് കുട്ടികളെ കാണുന്നുണ്ട്, കുറച്ച് വില്ലന്മാരായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവരോടുള്ള ഒന്നിച്ചുള്ള അനുഭവം എങ്ങനെയായിരുന്നു അഭിനയിക്കുന്നതിൻ്റെ? ഞാൻ അവരിൽ നിന്നെല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. കാരണം അത് എന്താണ് ഇപ്പോൾ അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു വേർഷൻ കൂടിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും. വി ഷുഡ് ഓൾവേസ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ ചിന്തകളും കാര്യങ്ങളും നമ്മുടെ ഔട്ട്ലുക്കുകളും എല്ലാം. പണ്ട് നമ്മൾ കണ്ടിരുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം കുറച്ച് പേസ് ചെയ്യും, കാര്യങ്ങളെല്ലാം ഭയങ്കര ഫാസ്റ്റായി. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകൾക്കും ആ വേഗത വേണം. ഇടയ്ക്ക് നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാം, നമുക്ക് ജസ്റ്റ് കൂൾ റിലാക്സ് എന്നുള്ള പരിപാടികളൊക്കെ വേണം. ഓഫ് കോഴ്സ് അതെന്തായാലും വേണം. പക്ഷെ അതിനപ്പുറം ലൈഫ് ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്പീഡ് നോക്കി നിൽക്കാതെ ആ കൂട്ടത്തിൽ നമുക്ക് ആവുന്ന രീതിയിൽ വേഗതയിൽ പോകാനായിട്ടുള്ളൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ജൻസിയിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, ഈവൻ അവരുടെ ഡയലക്റ്റുകൾ പോലും മാറുന്നുണ്ട് പല കാര്യങ്ങളിൽ പോലും. അത് എന്താണെന്നൊക്കെ പഠിക്കണം ഇനി എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ പുതിയ ആൾക്കാരോടൊപ്പം ഉള്ള ഒരു അഭിനയം എന്ന് പറയുന്നത് വളരെ റിഫ്രഷിംഗ് ആണത്. വി ആർ ഓൾവേസ് ഓൺ അവർ ടോസ്. ഈ സിനിമയിലെ പുതിയ പിള്ളേരുടെ ആരൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുവാണെങ്കിൽ? 4 പുതിയ പിള്ളേരാണുള്ളത്. പ്ലസ് എൻ്റെ കൂടെ റംസാൻ ഉണ്ട്, പിന്നെ വൈശാഖ് നായരുണ്ട്. അവരാണ് മെയിൻ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ആൻറ്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ വളരെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെയിൽ ബൈറ്റിംഗ് ആയിരിക്കും ആ രീതിയിലാണ് നമ്മൾ അങ്ങനെ വരുമെന്ന് വിശ്വസിക്കുന്നു. ബട്ട് ലൈക്ക് പുതിയ ആൾക്കാർക്കെല്ലാം ഒരു കൺസെഷൻ ഉണ്ട് ആൾക്കാരുടെ ഓഡിയൻസിന്റെ ഭാഗത്ത്. നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കൺസെഷൻ ഇല്ല. ഇത്ര നാൾ ഞങ്ങൾ നിങ്ങൾക്കൊരു ലീനിയൻസി തന്നില്ല, ഇനി അതിൻ്റെ ആവശ്യമില്ല, കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു വാർണിംഗ് അതിലുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ ഒരു കൺസെഷൻ കൊടുക്കാറുണ്ട്. അത് ഹോപ്പ്ഫുള്ളി ദേ ക്യാൻ ഗോ ഫോർ ഇറ്റ്, ആൻഡ് ഇഫ് യു ഗിവ് ഔട്ട് ദ റിസൾട്ട് മച്ച് മോർ ദാൻ വാട്ട് ദ ഓഡിയൻസ് എക്സ്പെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ദ ഗോ. പോലീസിൻ്റെ മേൽ അഭിനയിച്ചു, പോലീസ് വേഷത്തിൽ കൺവിൻസിങ് ആണ്, അതൊക്കെ ഓക്കെ. ജീവിതത്തിൽ എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ടോ? വളരെ പണ്ട് എന്തോ ട്രിപ്സ് ത്രിപിൾ അടിച്ചപ്പോൾ എൻ്റെ ആലപ്പുഴ മുല്ലക്കൽ ആ ഏരിയയിൽ വെച്ചിട്ട്
കൈനറ്റിക് കൊണ്ടല്ലേ കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും വേറൊരു സുഹൃത്തും കൂടെ പോകുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്തും പുറകെ ഇരിക്കുകയായിരുന്നു. പോലീസ് വന്ന് കൈ കാണിച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഓടി. അവസാനം മറ്റേ ബൈക്കുകാരനെ പിടിച്ചു. പിന്നെ അതുകഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അപ്പനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്, ത്രിബിൾസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു പോയി. അങ്ങനത്തെ ചെറിയ പരിപാടികൾ. എന്തായിരുന്നു ആ ഒരു മനോഭാവം? പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു, പേടിയുണ്ടായിരുന്നു തീർച്ചയായിട്ടും. ഇപ്പോഴും എല്ലാവർക്കും പേടിയാണല്ലോ പോലീസ് സ്റ്റേഷൻ. എനിക്കൊക്കെ പേടിയാണ് പോലീസ് സ്റ്റേഷൻ പോലീസ് എന്ന് പറയുമ്പോൾ അത് ഒരു പേടി. പക്ഷെ എനിക്കിപ്പോൾ പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ പേടിയില്ല. കാരണം കുറേ സിനിമകളിൽ അഭിനയിക്കുകയും റിയൽ പോലീസ് സ്റ്റേഷനുകൾ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ആയിട്ട് പോയതിൻ്റെ പേരിലും പിന്നെ ഒരുപാട് പോലീസ് സുഹൃത്തുക്കൾ ഉള്ളതിൻ്റെ പേരിലും അങ്ങനത്തെ ഒരു ഭയം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ. വേറൊരു രസകരമായിട്ടുള്ളൊരു സാധനം ഉള്ളത്, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സിനിമകളിൽ വന്നിരുന്ന പോലീസുകാരെന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞത് കുട്ടമ്പള്ള പോലീസ്, ഒന്നെങ്കിൽ ഭയങ്കര ആദർശം, ഭരചന്ദ്രൻ IPS ഭയങ്കര ആദർശം, ഒരു കൈക്കൂലിയില്ല, ഒന്നുമില്ല, പക്ക ഡീസൻറ്റ്, അല്ലെങ്കിൽ മഹാ കൈക്കൂലിക്കാരൻ, അല്ലേ? ഇതാണല്ലോ ഒരു സ്റ്റീരിയോ കാസ്റ്റിംഗ് ആണല്ലോ പണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഗ്രേ സോണിലാണ് മൊത്തം പോലീസുകാർ നിൽക്കുന്നത്, അല്ലേ? എല്ലാ ദൗർബല്യങ്ങളുള്ള മനുഷ്യന്മാരെ തന്നെ പോലീസായിട്ട് കാണിച്ചു തുടങ്ങി. അതെ അതെ. മറ്റേത് കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിരുന്നു പണ്ടത്തെ പോലീസ് വേഷങ്ങളെന്ന് പറയുമ്പോൾ. നായകൻ എന്ന് പറയുന്നത് സത്യസന്ധതയുടെയും ആദർശങ്ങളുടെയും ഒരു മൂർത്തിഭാവം എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കാറുണ്ട്. രാഷ്ട്രീയക്കാരനെതിരെയും അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ പോലും ശബ്ദമുയർത്തുന്ന തരത്തിലുള്ള പോലീസുകാരെ നമുക്ക് സിനിമകളിൽ കാണാം, യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും. പക്ഷെ അത് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈവൻ ഒരു പോലീസുകാരൻ്റെ തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കാം അന്നത്തെ സിനിമകൾ നമ്മൾ കണ്ട ആ ഒരു രീതിയിലുള്ള പഞ്ച് ഡയലോഗുകളും അല്ലെങ്കിൽ ആക്രോശങ്ങളും കാര്യങ്ങളും ഫൈറ്റും സംഭവങ്ങളൊക്കെ. പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ, ഇപ്പം ഹരിശങ്കറിൻ്റെ കാര്യത്തിൽ പോലും, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ എൻ്റെ കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ പോലും ഇയാൾ 100% ചെയ്യുന്ന കാര്യങ്ങൾ 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇതിലെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറും യാത്ര ചെയ്യുന്നത്. ആൻറ്റഗോണിസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അവർ ചെയ്യുന്നതും 100% തെറ്റാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അത് ഗ്രേ ഷെയ്ഡ്സ് കൂടെ തന്നെയാണ് ഈ രണ്ട് ആൾക്കാരെ നമ്മൾ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ ശരി അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു തുലനവും ഒരു ബാലൻസിങ് മാത്രമാണ് നമ്മളിതിൽ കാണുന്നത്. നമ്മൾ പലപ്പോഴും ഉള്ള കൺഫ്യൂഷൻ, എത്രത്തോളം റിയലിസ്റ്റിക് ആയിരിക്കണം സിനിമാറ്റിക് ഡെപ്പിക്ഷൻസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് യു ഗോ ഫോർ റിയലിസം ഓൺലി, ചിലപ്പം ഓഡിയൻസായിട്ട് എൻഗേജ് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫിക്ഷൻ വേഴ്സസ് റിയാലിറ്റി ഒരു ബാലൻസ് വേണം തന്നെയാണല്ലോ വരുന്നത്, അല്ലേ? അത് ഇതിൽ സാമാന്യത്തിലധികം പാലിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് സിനിമയിലെ കാണിക്കാൻ ശ്രമിച്ചാൽ തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. എങ്ങനെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്, ക്രൂരതകളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊരിക്കലും അതേപോലെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ കാണിക്കാനായിട്ട് സാധിക്കില്ല. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത്. പലരും പറയാറുണ്ട് ഈ ഒരു സിനിമ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞങ്ങളിത് ചെയ്തതെന്ന് പറയുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണ്? സമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സിനിമയിൽ കാണുന്നത്. ഇത് നേരെ തിരിച്ചാണ്. പലപ്പോഴും കുറ്റം സിനിമയ്ക്കാണ് വരുന്നത്, അല്ലേ? ഇത് പക്ഷേ സിനിമയിൽ കാണുമ്പോൾ ആൾക്കാർ കൂടുതൽ കാണുന്നു, ആൾക്കാർ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നു. അത് നമ്മൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു അല്ലെങ്കിൽ ഇംപ്രസ്ഡ് ആവുന്നു. അതിൻ്റെ പേരിലാണ് സിനിമ കുറ്റാരോപിതരാകുന്നത്. പക്ഷേ സിനിമ ഈസ് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി അറൗണ്ട് ദം. നേരെ തിരിച്ചാണത്. ശരിയാണ്. അപ്പോൾ ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമയിലായിട്ട് കാണിക്കാൻ സാധിക്കില്ല. സിനിമാറ്റിക് ഒരു ലാംഗ്വേജ് എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്നത്, നമ്മളെ ത്രില്ലടിപ്പിക്കുന്നത്, നമ്മളെ പ്രണയാതുരാക്കുന്നത്, എല്ലാ രീതിയിലും. അത് കലയുടെ ഒരു പവറാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ, അത് ഏത് ജനസിൽപ്പെട്ട സിനിമകളാണെങ്കിലും സബ്ജക്റ്റുകളാണെങ്കിലും കഥകളാണെങ്കിലും അത് ആൾക്കാരെ ടച്ച് ചെയ്യുന്നുണ്ടോ, ഏത് രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒന്ന് തൊടുന്നു, അത് മാത്രമാണ് സിനിമയുടെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓവർ ദ ബോർഡ് പോകാറില്ല. ഇപ്പം മറ്റ് ഭാഷകളിലുള്ള സിനിമകൾ കാണുന്ന രീതിയിൽ ഒരിടിക്ക് 10 പേര് ഏറി നിൽക്കുന്നു, ആ ഏറി നിൽക്കുന്ന സമയത്ത് തന്നെ 20 മീറ്റർ നടന്ന് അപ്പുറത്ത് പോയിട്ട് ഫോണൊക്കെ വിളിച്ച് തിരിച്ചു വരുന്നു, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കാണിക്കാറില്ല. ഓക്കെ. അപ്പോൾ പലപ്പോഴും കുഞ്ചാക്കോ ബോബൻ്റെ സിനിമകളിൽ കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന വ്യക്തി കുറേയൊക്കെ കഥാപാത്രത്തിൽ ഉണ്ടാവും, ഏറെക്കുറെ.
പക്ഷേ എനിക്കിപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു സ്നീക്ക് പീക്ക് ഒന്ന് കാണേണ്ട ഭാഗ്യത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്നായി ചോദിക്കുന്നത്. ഓക്കെ. ഈ കഥാപാത്രം എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുഞ്ചാക്കോബൻ എന്ന വ്യക്തിയെ ഞാൻ കണ്ടതേ ഇല്ല എന്നുള്ളൊരു പ്രശംസ രൂപത്തിൽ തന്നെ പറയുകയാണ്. അത് എങ്ങനെ സാധിച്ചു സാർ? ചില കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് എനിക്കറിയില്ല. എൻ്റെ ഗിമിക്സ് എനിക്കറിയില്ല. അറിയാമായിരുന്നെങ്കിൽ ഞാനത് അപ്പം തന്നെ എല്ലാ സിനിമകളിലും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എന്നാത്താം കേസോട് എന്നുള്ളൊരു സിനിമ, അതിൽ ശരിക്കും എൻ്റെ ഒരു കഥാപാത്രം, എൻ്റെ ഒരു ഇമേജ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം നെഗറ്റീവാണ്. അപ്പിയറൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, പറയുന്ന ഭാഷകളുടെ കാര്യത്തിലാണെങ്കിലും, ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഒന്നും ഞാൻ ചെയ്യുകയോ എന്നെ കാണുന്ന രീതികളിലോ അല്ല ഒന്നും സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അത് എല്ലാ അർത്ഥത്തിലും ആൾക്കാർ ഏറ്റെടുത്തു, എല്ലാ രീതിയിലും. അതുകൊണ്ട് ഞാൻ രതീഷ് പൊതുവാളിനോട് ചോദിച്ചത് ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇപ്പം അങ്ങനത്തെ ഒരു ഡയലക്റ്റ് സ്പോട്ട് ഡബിങ് ആയിരുന്നു, പിന്നെ ലൈവ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ആ ഡയലക്റ്റ് മാറി നമുക്ക് കാസർഗോഡ് ഭാഷ പിടിക്കാമെന്ന് പറയും. എനിക്ക് യാതൊരു ബന്ധമില്ലാത്ത പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ്, രണ്ടാമതായാണ് കാസർഗോഡ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ വെച്ച് അത് പറയിക്കുക, എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ മാറ്റുക, അത് കൺവിൻസിങ് ആയിട്ട് വരിക, എല്ലാ രീതിയിലും അത് എങ്ങനെയാണ് സെറ്റായത് എന്ന് ഞാൻ രതീഷിനോട് ചോദിച്ചു. രതീഷ് പറഞ്ഞു രതീഷിനറിയില്ലെന്ന്. അപ്പോൾ അതൊരു സിനിമയുടെ ഒരു മാജിക്കാണ്. ഇത് കുറേ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങളാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഒന്ന്, നമുക്ക് ആ കഥ ഇഷ്ടപ്പെടുക, ആ കഥാപാത്രം ഇഷ്ടപ്പെടുക, അതിനുവേണ്ടി എല്ലാ രീതിയിലും മാറാനായിട്ടുള്ളൊരു ശ്രമം, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടാവുക. അതിപ്പം കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും, മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന രീതികളിലാണെങ്കിലും, നമ്മുടെ ഒരു ഫിസിക്ക് നമ്മൾ എങ്ങനെ, അത് ചിലപ്പോൾ ഒരു കൂനിക്കൂടിയായിരിക്കും ഒരു സിനിമയിൽ ഫുൾ അഭിനയിക്കും, ചിലപ്പോൾ നെഞ്ചും പിരിച്ചൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു മുടന്നുണ്ടായിരിക്കും. ആ ആക്ടിവിറ്റീസ് അറിഞ്ഞും അറിയാതെയൊക്കെ വരിക, പറയുന്ന ലാംഗ്വേജിൻ്റെ ഡയലക്റ്റുകൾ കറക്റ്റായിട്ട് വരിക, ആ ഒരു ഷോട്ടിന് വേണ്ടി ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം ഘടകങ്ങളാണ്. ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. നമ്മൾ പറയുന്ന ഡയലോഗുകൾ എന്തായിരിക്കും, പറയുന്ന രീതി എങ്ങനെയായിരിക്കും, കൂടെ അഭിനയിക്കുന്നവർ, ആ ഒരു ആംബിയൻസ്, ഇതെല്ലാം ആ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീൻ എന്ന് പറയുന്നത് ആ ഇൻട്രോ സീൻ തന്നെയാണ്. അത് ചെയ്യുമ്പോൾ ശരിക്കും ഈ പോലീസ് യൂണിഫോം ഇടുമ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളൊന്ന് വിരിയാറുണ്ട്. നമുക്ക് ഒരു പവർ, എന്തോ ഒരു അൺനോൺ പവർ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഒന്ന് നമുക്ക് ഇതിനോടുള്ള ഒരു ആരാധനയായിരിക്കും. പ്ലസ് ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു പവറിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൂടെ വരുന്നതിൻ്റെ ഒരു പവറും കൂടെ നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ഒരു പോലീസുകാരനാണ് എന്ന് നമ്മൾ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളും സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനല്ലാത്ത, അല്ലെങ്കിൽ ഞാനോട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ഒരു പോലീസ് വേഷം ഞാൻ ഹരിശങ്കർ എന്നുള്ള ക്യാരക്ടറിലൂടെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്, ഞാൻ പറയാത്ത കാര്യങ്ങളാണ്, അതെല്ലാം ചെയ്യുമ്പോൾ കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ടീവാണ്. കഥാപാത്രം ഇഷ്ടപ്പെടുന്നു, ഇത് ആ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജിയും പവറും, നമ്മൾ പറയുന്ന ഡയലോഗുകൾ, നമ്മൾ ചെന്നപ്പെടുന്ന സിറ്റുവേഷൻസ്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ, ഇതെല്ലാം കോമ്പൗണ്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. യൂണിവേഴ്സ് കോൺസ്പൈർസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇനിയും വരട്ടെ. 2025 കുഞ്ചാക്കോവിൻ്റെ വർഷമാകട്ടെ. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ തകർത്ത് നിറഞ്ഞു ഓടട്ടെ. എല്ലാവിധ കുഞ്ചാക്കോ ബോബന്റെ വർഷം എന്നതിനേക്കാൾ ഉപരി മലയാള സിനിമ ഏറ്റവും നല്ലൊരു, അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആസിഫിൻ്റെ ഒരു ഇവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ ഉണ്ണിയുടെ ഒരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടൻ്റെ, അല്ലെങ്കിൽ സുധീഷിൻ്റെ, ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ, അവരുടെ കൂടെ നിന്ന് മലയാള സിനിമ ഈ സോക്കോൾഡ് രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ, മറ്റ് ഭാഷകളിലുള്ള ആൾക്കാർ അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതിനപ്പുറം ബ്ലെസ്സിങ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കുഞ്ചാക്കോവിൻ്റെ ഫാൻസ് വളരെ മര്യാദയുള്ള ആൾക്കാരാണ്. എവിടെയും പോയിട്ട് കുഞ്ചാക്കോവിനെ പേരും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു FFC ക്ലബിലും പോയിട്ട് ഇവർ തല്ലുണ്ടാക്കില്ല. നീ ആരാ എൻ്റെ കുഞ്ചാക്കോയെ പറയാൻ നിന്നിട്ട് ആരും പോയി ഡിഫെൻഡ് ചെയ്യാൻ പോകില്ല. അങ്ങനെ വളരെ മര്യാദരാമന്മാരായിട്ടുള്ള ഫാൻസിനെ എങ്ങനെ ഒപ്പിച്ചു? കുഞ്ചാക്കോവിൻ്റെ ഫാൻസിലധികം സ്ത്രീകളാണ്, അവർക്ക് തല്ലുണ്ടാക്കാൻ സമയമില്ല. പെട്ടെന്നൊരു സിനിമയിൽ വന്നിട്ട് പറയാണ്, എനിക്ക് ഈ കാൽപ്പനയിലേക്കൊന്നും സമയമില്ല, ഐ ലൈക്ക് ഓൺലി സ്പോർട്സ്. ഹൗ ഡെയർ യു?
ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ മറ്റേ ഇയാളിനെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചാൽ ശോഭരാജ് ശാസ്ത്രി